ഉറപ്പായിട്ടും ഉണ്ടാകാറുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഞങ്ങളുടെ അടുത്താണ് ആറളം സെറ്റിൽമെന്റ് നടന്നത്. അതില് സത്യത്തിൽ സ്ഥലം കൊടുത്തു, പിന്നെ പിൽക്കാലത്ത് വീടും വെച്ചു കൊടുത്തു, വളരെ വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ പ്രോപ്പറായിട്ട് നമ്മളിപ്പം ഒരു മനുഷ്യന് ഇപ്പം എനിക്ക് സിമ്പിളി ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാണ്. എൻ്റെ ഫാമിലിയൊക്കെ കർഷക ഫാമിലിയാണ്. പക്ഷെ എനിക്കിപ്പം ഒരു 2 ഏക്കർ വയൽ തന്നെന്ന് വെച്ചോ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ആ വയൽ കൃഷി അറിയില്ല. കൈവശം വെക്കാൻ പറ്റില്ല, കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. അതല്ല ഞാൻ പറഞ്ഞത്. അതായത് എനിക്ക് വയൽ തന്നെന്ന് വെച്ചോ, നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കൃഷി അറിയില്ല, എനിക്ക് അവിടെ അത് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പം നമ്മൾ ഗവൺമെന്റ് പുനരധിവസിപ്പിക്കുമ്പം അതിന് സ്ഥലവും കൊടുക്കുന്നു, അവരുടെ സാമ്പത്തിക അവസ്ഥയും ജീവിതവും മെച്ചപ്പെടുത്താൻ. അപ്പൊ അതെങ്ങനെ പരിപാലിക്കണം എന്നതിന്റെ ട്രെയിനിങ് ഒന്നും ഇല്ല. കാരണം കൃഷി ചെയ്ത് ശീലമുള്ള ആളുകളല്ല. അപ്പം കൃഷിഭൂമി കൊടുക്കുമ്പം ഗവൺമെന്റ് അതിനകത്ത് കൃത്യമായിട്ട്, അത് ഒരു ഗവൺമെന്റ് എന്നല്ല, പിൽക്കാലത്ത് വന്ന എല്ലാ ഗവൺമെന്റുകളും എടുക്കേണ്ടതായിട്ടുള്ള സ്റ്റാൻഡ് ഐഡിയലി ചെയ്യേണ്ടത് ഇതിന് ട്രെയിൻ ചെയ്യുക, അത് മോണിറ്റർ ചെയ്യുക, ആ ഒരു കിട്ടിയ സ്ഥലത്ത് നിന്ന് ഏൺ ചെയ്യാനും അവരുടെ ബെറ്റർ ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. നമ്മളിപ്പം ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾക്ക് ബെൻസ് കാർ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഒരാൾക്ക് ഒരു സ്ഥലം കൊടുക്കുന്നവരെ പുനരധിവസിപ്പിക്കുമ്പം അവരുടെ ജീവിതം അതുകൊണ്ട് മെച്ചപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത കൂടെ ഗവൺമെന്റുകൾക്കുണ്ട്.